ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പെരുമ്പാവൂര് ഏതാ സ്ഥലം? കൊടുവേലിപ്പടിയിലുള്ള വത്സൽ ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. നല്ലൊരു ജൈവ കർഷകയാണ്. ഒത്തിരി കൃഷികൾ ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. വൈവിധ്യങ്ങളാർന്ന പച്ചക്കറികൾ കൃഷി ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. ഉള്ള സ്ഥലത്ത്, പരിമിതമായ സ്ഥലത്ത്, മട്ടുപ്പാവിലും വീടിനോട് ചുറ്റുമൊക്കെയായി നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചേച്ചിയുടെ വീഡിയോയിലോട്ട് പോവാം അല്ലേ? ഓക്കെ. ഈ ഡ്രാഗൺ ഫ്രൂട്ടും എങ്ങനെ ഫ്രൂട്ട് ഉണ്ടാവാറുണ്ടോ? ഇഷ്ടംപോലെ ഈ ശാഖകളിലെല്ലാം ഫ്രൂട്ട് ഉണ്ടായി. ഞങ്ങള് ഒത്തിരി ഫ്രൂട്ടൊക്കെ പറിച്ചെടുത്തു. കാലൊന്നും കുഴിച്ചിടാതെ സാധാരണ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാല് കുഴിച്ചിട്ടിട്ടാണ് ഞാനടക്കം കൃഷി ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതിനൊക്കെ വള്ളി കെട്ടിക്കൊടുത്ത് അങ്ങോട്ട് ഫ്രൂട്ട് ഉണ്ടായി. ആ ഭാഗത്തുണ്ടായി, ഈ ഭാഗത്തുണ്ടായി, ഇതുമെല്ലാം ഉണ്ടായി. അതിനുള്ള ഗ്യാപ്പുകളിലേക്ക് എവിടേക്കോ സ്ഥലം ഉണ്ട്, അവിടേക്കൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് പടർന്ന് പന്തലിച്ച് ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുന്തിരി എത്ര മുന്തിരി ഒരു വർഷമായി മുന്തിരി. ഇത് കഴിഞ്ഞ വർഷം ഇപ്പൊ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായി. ഒരു കൊല പച്ചയാണ്, ഒരു കൊലയായിട്ടുണ്ടായി. അത്യാവശ്യത്തിന് ഞാൻ മണ്ണിലേക്ക് വെക്കണമെന്ന് വിചാരിക്കുന്നു. അതാണ്. ഒത്തിരി സാധനങ്ങൾ ഇപ്പൊ ഈ മട്ടുപ്പാവില് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാവേ. ഇതെന്താണ്? ഇത് ചൈനീസ് ക്യാബേജ്. ലീഫാണ്. ഇത് കൂടി വരുന്നേ ഉള്ളൂ. ചൈനീസ് ക്യാബേജ്. പിന്നെ ഇത് ഹോയ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ്. ഇത് ഒത്തിരി നല്ല ഭംഗിയുള്ള പൂ ഉണ്ടാവും. പിന്നെ ഈ നമ്മുടെ ഇല്ലിക്കൊമ്പൻ വഴുതന, ഇതിന്റെയൊക്കെ സീസൺ തീർന്ന ഒരു സമയമാണ്. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു. ഇത് നമ്മുടെ നാടൻ പീച്ചിലാണ്. ഇത് ഉണ്ടായി വരുന്നു. പിന്നെ പയറ്, നല്ല നല്ല നീളമുള്ള പയറാണ്. ലോല പയറെന്ന് പറയുന്നു. രണ്ട് കളറുണ്ട്. അതിന്റെ ഒരു കളറാണിത്. ഒരു കളർ പച്ച കെയിൽ ചീര. കെയിൽ ചീര. ഇത് വയലറ്റ് ക്യാബേജ്. ഇത് മണി ക്യാബേജ് ആണ്. ഇത് ഫസ്റ്റ് ആണ് ഞാൻ നടുന്നത്. ഇതുപോലെ കൂടി വരുന്നുണ്ട്. ഇത് എങ്ങനെയാന്നറിയില്ല. മണി ക്യാബേജ് എന്ന് പറഞ്ഞിട്ട് തൈ വാങ്ങിച്ചതാണ്. ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഇത് ബ്രൊക്കോളി. ഞാൻ ഇതുവരെ നട്ടിട്ട് സക്സസ് ആയി കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യം ഇത് പൂത്ത് വരുന്നുണ്ട്. 3 ബ്രൊക്കോളി. അതെന്താ സ്ട്രോബെറി എല്ലാം ഞാൻ പൂവിട്ടിക്കണതൊക്കെ. ഇത് ഫുള്ള് സ്ട്രോബെറി ആണല്ലോ. ഇതിങ്ങനെ അങ്ങ് അവിടെ വരെ സ്ട്രോബെറി. പൂട്ട് തുടങ്ങിയല്ലോ. ഇതിപ്പോ ഈ ഒരറ്റം തൊട്ട് ആ അറ്റം വരയ്ക്ക് സ്ട്രോബെറിയാണ് നട്ടിരിക്കുന്നത്. സാധാരണ പോട്ടി മിക്സ് നിറച്ചിട്ട് തന്നെയാണോ ഈ സ്ട്രോബെറി? വേറെ എന്തെങ്കിലും ഇല്ല, വളങ്ങളൊന്നും പ്രത്യേകിച്ചില്ല. സാധാരണ പോട്ടിംഗ് മിക്സ് നിറച്ച് നട്ട് സാധാരണ പോലെ നനവ് കുറച്ച് മതി. പിന്നെ നടാനൊരു പ്രത്യേകത ഉണ്ട്. ഇതിന് ഈ മണ്ണ് ഇതിൽ ഇത്ര മേളിലേക്ക് കയറി വരാൻ പാടില്ല. ഇതുപോലെ ഈ വേര് മാത്രം മണ്ണിൽ നിൽക്കണം. കൂടുതൽ മണ്ണായാല് ഇത് പിടിക്കില്ല. അങ്ങനെ സ്ട്രോബെറി ഒക്കെ ഉണ്ടായി കിട്ടാറുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ഇഷ്ടം പോലെ പറിച്ചു. ഈ തവണ ഞാനൊരു 30 എണ്ണം വെച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അതായത് നന്നായിട്ടുണ്ട്. സ്ട്രോബെറി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സ്ട്രോബെറി നല്ലോണം ഉണ്ടാവുന്നുണ്ട്. എല്ലാത്തിലും പൂവായി, എല്ലാം പൂത്ത് നിൽക്കാണ്. ഇത് പാലക് ചീര. ഇങ്ങനത്തെ പോട്ടുകളിലാണ് ഇഞ്ചി ഫുള്ള് നട്ടിട്ടുള്ളത്. അതെ. ഈ പോട്ടൊക്കെ പൈസ കൊടുത്ത് വാങ്ങുന്നതാണോ അതോ വല്ലവരും ഫ്രീ തന്നതാണോ? ഫ്രീ തന്നതുണ്ട്, പൈസ കൊടുത്ത് മേടിച്ചതുണ്ട്. 60 രൂപ കൊടുത്ത് ഒരെണ്ണത്തിന് വാങ്ങിയതാണ്. അത് ഫ്രൂട്ട്സ് കടക്കാരെ ചോദിച്ചാൽ ഫ്രീ കിട്ടും. ഇത് പിന്നെ
ഇതിനകത്ത് അതിനകത്ത് വല്ല വേറെ അടിയിലും എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ടാണോ വെച്ചിട്ടുള്ളത്? സാധാരണ പോട്ടിംഗ് മിക്സ് ചവറൊക്കെ ചേർത്തിട്ട് നിറച്ച് ചവറൊക്കെ നിറച്ചിട്ട് അതിനകത്ത് ഇഞ്ചി നട്ട് പിന്നീട് ചവറും ഇതെല്ലാം ഇട്ട് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കും. അപ്പൊ ഇതൊന്ന് വിളവെടുത്ത് കാണിക്കാൻ പറ്റുമോ? പിന്നെ വിളവെടുക്കാലോ. മുകളില് തന്നെയാണ് എടുക്കാൻ നല്ല സുഖം. ഞാൻ എന്നാലും പറിക്കാൻ തുടങ്ങിയതാ. അപ്പൊ ഷീജ വരൂലോന്ന് ഓർത്ത് നല്ല പോലെ ഇഞ്ചി ഉണ്ടല്ലോ. നല്ല നാടൻ ഇഞ്ചിയുടെ നല്ല സ്മെല്ല് ഇങ്ങനെ മൂക്കിലേക്ക് തുളച്ച് കയറണോ, കണ്ടില്ലേ? പറിച്ചെടുക്കാനും സുഖമാണ്. കുറച്ച് പോട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇഞ്ചി കൃഷി ചെയ്യാം. ആരും ചെയ്യാതിരിക്കരുത്. എല്ലാവരും ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി വെച്ചിട്ടാണെങ്കിലും അവരവരുടെ ആവശ്യത്തിന് ചെറിയൊരു പോട്ടിൽ വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ ഇഞ്ചി പറിച്ചെടുക്കാം. സ്ഥലം ഇതിന് ആവശ്യത്തിന് ഇഞ്ചി പറിച്ച് ഓരോ കഷ്ണമായിട്ട് നമുക്ക് വീട്ടാവശ്യത്തിന് പറിച്ചെടുക്കാൻ പറ്റും. ഇത് നിത്യവഴുതന നല്ലൊരു അടിപൊളി പന്തലൊക്കെ ഇട്ട് പടർത്തി നിർത്തിയിട്ടുണ്ട്. പൊട്ടിച്ചെടുക്കാറിന്റെ പ്രായത്തിലായിട്ടുണ്ട് നിത്യവഴുതന. അറിയാലോ, ഇത് നല്ല ടേസ്റ്റിയാണ്. നല്ല മസാലക്കറി ഒക്കെ ഉണ്ടാക്കാനും ചപ്പാത്തിക്കൊക്കെ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റും ഈ നിത്യവഴുതന കറി വെച്ചാൽ. ഇതിലൊന്നും കളയാനില്ല. ഫുള്ള് നൈസായി കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാം. പരിപ്പിട്ട് കറി വയ്ക്കാം. അതെ. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വത്സൽ ചേച്ചിയുടെ വീട്ടിലാണ് ഇപ്പോ. നമ്മള് മട്ടുപാവല കൃഷിയും നല്ല സ്ട്രോബെറി പൂത്ത് നിൽക്കുന്നതും കായുണ്ടായി നിൽക്കുന്നതും ഒക്കെ കണ്ടു. താഴെയുള്ള കൃഷികൾ കണ്ടു. ഇനിയിപ്പോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് തന്നെ ഒരു കിടുക്കാച്ചി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.